ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ്. ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതത്തെക്കുറിച്ച് കോഴിക്കോട്ട് മെയ് 8-ന് ചർച്ച. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി കാലിക്കറ്റ് പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ വടയക്കണ്ടി നാരായണന് പരിസ്ഥിതി പയ്യോളിയുടെ ആദരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ്. NSAയുടെ പേരിലും ചിഹ്നത്തിലും മത്സരിക്കാതെ LDFന്റെ കുഴലൂത്തുകാരനായി മാറിയ PTA റഹീമിനെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റിയത് ശരിയായിരുന്നുവെന്ന് തെളിയിച്ചെന്നും ഭാരവാഹികൾ പറഞ്ഞു. അപ്പൊ പാർട്ടിയുടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്നവര് പാർട്ടി വിരുദ്ധമായ നടപടികൾ വന്നപ്പോൾ അതിനെതിരെ പാർട്ടി എക്സിക്യൂട്ടീവ് കൂടുകയും അവരെ തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് നടന്ന സ്റ്റേറ്റ് കൗൺസിലിൽ അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇടതുപക്ഷ CPMന്റെ സ്വതന്ത്രന്മാരായിട്ടാണ് മത്സരിച്ചത്. ഒരു കാലഘട്ടത്തിൽ NSCയുടെ പ്രസിഡന്റായിരിക്കുകയും അതേസമയത്ത് തന്നെ CPMന്റെ പാർലമെന്റ് പാർട്ടി മെമ്പറുമായിട്ടാണ് ശ്രീ റഹീം സാർ ഇരുന്നത്. അതൊരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള പാർട്ടി സ്ട്രക്ചറിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് പാർട്ടി ആവശ്യപ്പെട്ടത് പാർട്ടി ചിഹ്നത്തിലും പാർട്ടിയുടെ പേരിലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന്. അങ്ങനെ മത്സരിക്കാതെ വന്ന സാഹചര്യത്തിലാണ് പാർട്ടി ഉചിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുകയും അന്ന് വർക്കിംഗ് പ്രസിഡന്റായിരുന്ന എന്നെ പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് ജനറൽ കൗൺസിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിനായി സന്ധിയില്ല സമരം ചെയ്ത CPM പ്രസ്ഥാനത്തെ ഗതികേടിലെത്തിച്ച പിണറായി വിജയൻ ഇനി വിശ്രമ ജീവിതം നയിക്കുകയാണ് നല്ലതെന്നും നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDFന്റെ ചരിത്ര വിജയം ഇടതുപക്ഷത്തെ സാധാരണ പ്രവർത്തകരുടെയും ആദർശവാദികളായ CPM പ്രവർത്തകരുടെയും വിധിയെഴുത്തിന്റെ പ്രകടമായ തെളിവാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. PT റഹീമിനെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച നടപടി ശരിയാണെന്നും തെളിഞ്ഞു. PT റഹീമിനെയും മന്ത്രി V അബ്ദുറഹിമാനെയും കുന്നമംഗലത്തെയും തിരൂരിലെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. പുതിയ സർക്കാർ വന്ന ശേഷം ഫുട്ബോൾ താരം മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ നാഷണൽ സെക്യുലർ കോൺഫറൻസ് ആവശ്യപ്പെടുമെന്നും നേതാക്കൾ വിശദീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PM സണ്ണി എറണാകുളം, ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ കൊല്ലം, ഓർഗനൈസിംഗ് സെക്രട്ടറി AT മഹേശൻ പാലക്കാട്, സെക്രട്ടറി മുസ്തഫ മലപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഖിലേന്ത്യാ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതത്തെക്കുറിച്ച് കോഴിക്കോട്ട് ചർച്ച സംഘടിപ്പിക്കുന്നു. മെയ് 8-ന് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KG സജിത് കുമാർ നിർവഹിക്കും. ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഒരു പഠനം നടത്തുന്നുണ്ടായിരുന്നു, മൾട്ടി സൈറ്റ് സർവേ സന്ധിരോഗവാദങ്ങളെ കുറിച്ചിട്ട്. അപ്പം അതിനെ കുറിച്ചിട്ടുള്ള പഠനത്തിന്റെ സർവേയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സും ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് ഈ പ്രോജക്റ്റ് നടത്തുന്നത്. റുമറ്റോളജി, പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ, പബ്ലിക് ഹെൽത്ത്, PMR, ആയുർവേദ, അപ്പൊ ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംയുക്തമായി നടത്തിയ ഒരു പഠനത്തിന്റെ കാര്യങ്ങൾ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ, റൊമാറ്റോളജി വിഭാഗങ്ങളും പൂനെ സെന്റർ ഫോർ റൊമാറ്റിക് ഡിസീസസും സംയുക്തമായാണ് ചർച്ചാ യോഗം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KG സജിത് കുമാർ നിർവഹിക്കും. പൂനെ സെന്റർ ഫോർ റൊമാറ്റിക് ഡിസീസസ് ഡയറക്ടർ ചീഫ് റൊമാറ്റോളജിസ്റ്റുമായ
ഡോക്ടർ അരവിന്ദ് ചോപ്ര അഖിലേന്ത്യാ മൾട്ടി സൈറ്റ് സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. മെയ് 8 വൈകിട്ട് കോഴിക്കോട് ഗോകുലം ഗ്രാൻഡിലാണ് പരിപാടികൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. മാധ്യമത്തിലെ മുഹമ്മദ് മുസ്തഫ, സുപ്രഭാതത്തിലെ രാഹുൽ റഹീം എന്നിവർ വിജയികളായി. പക്ഷെ ഏതാണ്ട് ശരിയായ രൂപത്തിൽ പ്രവചിച്ചത് രണ്ടുപേരാണ്. അവരുടെ പ്രവചനം ഇങ്ങനെയാണ്: UDF 102, LDF 36, BJP 2 എന്നിങ്ങനെയാണ്. അതായത് BJP കിട്ടിയ സീറ്റിൽ 1 കുറയുകയും LDF 1 കൂടുകയും ചെയ്തു. അതാണ് അതിനുള്ള നേരിയൊരു വ്യത്യാസം. രണ്ടുപേരാണ് ഈ തരത്തിൽ പ്രവചനം നടത്തിയത്. ഒന്ന് മാധ്യമത്തിലെ മുഹമ്മദ് മുസ്തഫ, രണ്ടാമത്തെ ആള് സുപ്രഭാതത്തിലെ രാഹുൽ റഹീം. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഫലപ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് UDF 102 സീറ്റുകളും LDF 35 സീറ്റുകളും BJP 3 സീറ്റുകളും നേടിയ പശ്ചാത്തലത്തിൽ യഥാർത്ഥ ഫലത്തോട് ഏറ്റവും അടുത്ത് പ്രവചനം നടത്തിയ 2 പേരെ വിജയികളായി തിരഞ്ഞെടുത്തു. മാധ്യമത്തിലെ മുഹമ്മദ് മുസ്തഫ, സുപ്രഭാതത്തിലെ രാഹുൽ റഹീം എന്നിവരാണ് വിജയികളായത്. ഇരുവരും UDF 102, LDF 36, BJP 2 എന്നിങ്ങനെയാണ് പ്രവചിച്ചത്. കോഴിക്കോട് ജില്ലയിലെ സീറ്റ് നില കൃത്യമായി പ്രവചിച്ചതിനുള്ള സമ്മാനത്തിന് മലയാള മനോരമയിലെ അഭിലാഷ് ജോസ് അർഹനായി. ജില്ലയിൽ UDF 12 സീറ്റുകളും LDF 1 സീറ്റും നേടുമെന്നായിരുന്നു അഭിലാഷിന്റെ കൃത്യമായ പ്രവചനം. പ്രസ് ക്ലബിലെ 111 അംഗങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി സയ്യിദ് അലി ശിഹാബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ വടയക്കണ്ടി നാരായണനെ പരിസ്ഥിതി പയ്യോളി ആദരിച്ചു. ഹരിതപൂർവം എന്ന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PM ഹൈറുന്നിസ ഉദ്ഘാടനം ചെയ്തു. ഹരിതപൂർവം എന്ന പരിപാടി പയ്യോളി ശാന്തി പാലിയേറ്റീവ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PM ഹൈറുന്നിസ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ സേവക് സമാജ് പുരസ്കാര ജേതാവ് നാരായണ മാസ്റ്റർ അധ്യാപനത്തിലും പരിസ്ഥിതി പ്രവർത്തനത്തിലും കൃഷിയോടനുബന്ധമായ എല്ലാ മേഖലകളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് നേടിയിരിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ വടേക്കണ്ടി നാരായണന് ഉപഹാരം സമർപ്പിച്ചു. പൊന്നാട അണിയിച്ചുകൊണ്ട് K ശശിധരൻ പൊൻ ആദരവും, പുരസ്കാര ജേതാവിനെ കുറിച്ചുള്ള കവിത ആലപിച്ചുകൊണ്ട് സരസ്വതി ബിജു കാവ്യ ആദരവും, പുരസ്കാര ജേതാവിന്റെ ഫോട്ടോ വരച്ചു നൽകിക്കൊണ്ട് NK ശശി ചിത്ര ആദരവും, വൃക്ഷത്തൈ കൈമാറിക്കൊണ്ട് ഹംസ കാട്ടുകണ്ടി വൃക്ഷ ആദരവും, ഗാനം ആലപിച്ചുകൊണ്ട് പ്രദീപ് കണിയാക്കൽ ഗാന ആദരവും നൽകി. പരിസ്ഥിതി പയ്യോളിയുടെ സെക്രട്ടറി വിജയൻ പരിങ്ങാട് അധ്യക്ഷത വഹിച്ചു. TK കണ്ണൻ, രാജൻ കൊളാവിപ്പാലം, മുസദ്ദിഖ് പയ്യോളി, KP സവിത, ഫസീല നസീർ, രാമദാസൻ കീഴരീക്കര, ഇരിങ്ങൽ അനിൽകുമാർ, അശ്വന്ത് ബട്ടർഫ്ലൈ തുടങ്ങിയവർ സംസാരിച്ചു. തടി, കവുങ്ങിൻ പാള തുടങ്ങിയവ കൊണ്ടുള്ള ഉപഹാരങ്ങൾ, കടലാസ് കൊണ്ടുള്ള ബാനർ തുടങ്ങി പൂർണ്ണമായും ജൈവ രീതിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വടയക്കണ്ടി നാരായണൻ മറുപടി പ്രസംഗം നടത്തി. പരിസ്ഥിതി രംഗത്തെ മികച്ച സേവനങ്ങൾക്കാണ് നാരായണന് പുരസ്കാരം ലഭിച്ചത്. നേരത്തെ കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം,
ദേശീയ അധ്യാപക ഇന്നൊവേഷൻ പുരസ്കാരം, ബാംഗ്ലൂരിലെ പീപ്പിൾസ് പ്ലാനറ്റിന്റെ പ്രകൃതിയുടെ കാവലാൾ പുരസ്കാരം തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. MES മുട്ടുമാറ്റിവെക്കൽ മെഡിക്കൽ ക്യാമ്പ് മെയ് 10 നടക്കാവ് MES കോളേജിൽ നടക്കും. MES ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ ഈ 60ാം വാർഷികം നമ്മുടെ പുതിയ തുടക്കം നൽകുന്നതിൽ നമ്മൾ തീരുമാനിച്ചൊരു കാര്യം, ഇനി ആരോഗ്യ രംഗത്തേക്ക് MESന് ഒരു കടന്നുവരവാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബില്ല് കൊണ്ട് മാത്രം ചികിത്സ നടക്കും ആരും വിചാരിക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ബില്ലോട് ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ നമ്മുടെ ഒരു മനക്കരുത്തും അതുപോലെ തന്നെ ഒരു സ്റ്റഡിയാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് MES എല്ലായിടത്തും ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത്. ഈ മുട്ട് മാറ്റിവെക്കൽ ക്യാമ്പ് അതിൻ്റെ തുടക്കം മാത്രമാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ 700ഓളം പേഷ്യൻസിനെ ക്യാമ്പ് നടത്തി കൊണ്ടുവരികയും അതിൽ 100 മുട്ട് മാറ്റിവെക്കുകയും ചെയ്തു. നമ്മളൊരു പഠനം നടത്തിയപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മുട്ട് മാറ്റിവെക്കുന്നത് മിനിമം ഒരു 2 ലക്ഷം തുക മുതൽ 4 ലക്ഷം വരെ പോകുന്ന ഒരു തുകയാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 85,000 രൂപയിൽ എല്ലാം അടക്കം ഒരു സ്കീമാണ്. എന്ന് വെച്ചാൽ 50% മുകളിൽ ഡിസ്കൗണ്ട്, 50 to 70% മുകളിൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടാണ് MES ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. MES ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജും MES കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് മെയ് 10 MES നടക്കാവ് വിമൻസ് കോളേജിൽ വെച്ച് നടത്തും. ജോയിൻ ജേണി ചാപ്റ്റർ 4 കോഴിക്കോട് എന്ന പേരിൽ നടക്കുന്ന മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാമ്പ് പൊതുജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് MES ജില്ലാ പ്രസിഡന്റ് KV സലീം, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഹമീദ് ഫസൽ, സീനിയർ ക്ലസ്റ്റർ മാനേജർ രാഹുൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KCF ചാരിറ്റി ഫൗണ്ടേഷന്റെ ഡിസബിലിറ്റി ഫെസ്റ്റിവൽ മെയ് 10 JDT ഓഡിറ്റോറിയത്തിൽ നടക്കും. ഭിന്നശേഷിക്കാരായവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഭിന്നശേഷി സൗഹൃദ മഹാസംഗമം നടക്കുന്നത്. മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. KCF ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടന ഡിസബിലിറ്റി സൗഹൃദ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയാണ്. ഭിന്നശേഷിക്കാരായ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവരെ സാമൂഹ്യമായും സാംസ്കാരികമായും ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. KCF ചാരിറ്റി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡിസബിലിറ്റി ഫെസ്റ്റിവലിൽ സാംസ്കാരിക സമ്മേളനം, ഭിന്നശേഷി കലോത്സവം, വിവിധ കലാരൂപങ്ങൾ, എക്സിബിഷൻ, ആയുർവേദ ഫിസിയോതെറാപ്പി ക്യാമ്പ്, നേത്രരോഗ നിർണയ ക്യാമ്പ്, പുസ്തക പ്രകാശനം, ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്ന വിപണന മേള തുടങ്ങിയവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മെയ് 10 ഞായറാഴ്ച വെള്ളിമാടുകുന്ന് JDTയിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പരിപാടികൾ നടക്കുക. ഈ വരുന്ന 10-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രോഗ്രാമും ഇവർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇവരെ കലാകാരന്മാരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, മറ്റു മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളുണ്ട്. ഉദ്ഘാടനം മേയർ O സദാശിവൻ നിർവഹിക്കും. നിയുക്ത MLA അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, കവി PK ഗോപി, JDT സെക്രട്ടറി CA ഹാരിഫ്, ഡോക്ടർ റോഷൻ ബിജ്ലി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റസാഖ് മാളിയേക്കൽ, അബ്ദുൽ കലാം ആസാദ്, കെൻസ ബാബു, R ജയന്തകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അത്തോളി NRI ഫോറം UAE-യുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് അടുത്ത വാർഷിക പദ്ധതിയിൽ കൂടുതൽ തുക നീക്കിവെക്കുമെന്ന് ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അത്തോളി NRI ഫോറം UAE-യുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പെങ്ങും ഇല്ലാത്ത വിധം കുടിവെള്ള പ്രശ്നമാണ് നമ്മുടെ നാട് നേരിടുന്നത്. ഇത്തരം കാര്യങ്ങൾക്കുള്ള തുക കഴിഞ്ഞ തവണ കുറഞ്ഞുപോയി എന്ന് തിരിച്ചറിഞ്ഞു. അതിനാൽ ആവശ്യമായ കൂടുതൽ തുക ഉൾപ്പെടുത്തും. നമ്മുടെ പ്രദേശത്ത് കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് NRI ഫോറം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണ്. പഞ്ചായത്തിന്റെ മറ്റ് സഹായ പദ്ധതിയിലും NRI ഫോറം ഉണ്ടാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇപ്പോൾ ഇന്ധനത്തിന് വേണ്ടിയും ഭാവിയിൽ വെള്ളത്തിന് വേണ്ടിയും യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാകുകയാണെന്നും ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കുടിവെള്ളത്തിന്റെ പ്രശ്നം മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ വളരെ രൂക്ഷമാണ് ക്ഷാമം. ഏതാണ്ട് 25% വീടുകളിൽ ഇപ്പോൾ കുടിവെള്ളമില്ല എന്നുള്ളത് വസ്തുതയാണ്. ജനങ്ങളെ സംബന്ധിച്ചോളം ചില വീടുകൾക്കൊക്കെയുള്ള സഹായം എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യരംഗത്ത് മരുന്നിനുള്ള കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ NRI ഫോറം ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. NRI ഫോറം മുൻ പ്രസിഡന്റ് UK ഉസ്മാൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ മാസ്റ്റർ, വാർഡ് മെമ്പർ KAK ഷമീർ, സെക്രട്ടറി TK മോഹനൻ, AV ഉല്ലാസ്, KK രാജൻ, ഇസ്മയിൽ പാണക്കാട്, K മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുൻഗണന ക്രമത്തിൽ വിതരണം ചെയ്യുമെന്ന് സെക്രട്ടറി TK മോഹനൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അത്തോളി. തിരികെ 84 പൂർവ്വ വിദ്യാർത്ഥി സംഗമം ബേപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. വിവിധ കലാപരിപാടികൾ വേദിയിലെത്തി. 1983, 84 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുചേർന്നത്. ബേപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1983, 84 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരികെ 84 സ്കൂളിൽ നടന്നു. പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് സുനി NP അധ്യക്ഷനായിരുന്നു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. T ശ്രീജ, ജിഷ PK, അനിത വാസുദേവൻ, T ചിത്രലേഖ, KM അശോകൻ, ഷാജി മേക്കോത്ത്, സുനിൽകുമാർ എടക്കോട്ട്, P ബാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. FI ഇവന്റ്സ് ഒരുക്കുന്ന അകം മ്യൂസിക് ഷോ മെയ് 9 ലുലുമാളിൽ നടക്കും. പ്രമുഖ പിന്നണി ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണനാണ് ബാൻഡിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോടിന്റെ മണ്ണിൽ ത്രസിപ്പിക്കുന്ന സംഗീതത്തിന്റെ തരംഗം സൃഷ്ടിക്കാൻ അകം മ്യൂസിക് ബാൻഡ് ഒരുങ്ങി. യുവത്വത്തെയും പ്രായമായവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് അകം മ്യൂസിക് ബാൻഡ്. പ്രമുഖ പിന്നണി ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണനാണ് ബാൻഡിന് നേതൃത്വം നൽകുന്നത്. കർണാട്ടിക് സംഗീതവും റോക്കും ചേർന്ന സംഗീതത്തിന്റെ മാസ്മരികതയാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ സൃഷ്ടിക്കുന്നത്. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന സംഗീതത്തിന്റെ മാസ്മരികത കോഴിക്കോട്ടെ സംഗീതാസ്വാദകർക്കായി ഒരുക്കുകയാണ് പ്രമുഖ ഇവന്റ് ഗ്രൂപ്പായ FI ഇവന്റ്സ്. മെയ് 9 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ലുലുമാളിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സംഗീത വിരുന്ന് അരങ്ങേറുക. സിനിമാ താരവും കേരളം നെഞ്ചേറ്റിയ നിരവധി ഷോകളുടെ അണിയറ ശില്പിയുമായ ഇടവേള ബാബുവാണ് ഷോ ഡയറക്ടർ. FI ഇവന്റ്സ് അവതരിപ്പിക്കുന്ന അകം നാളെ 9-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ലുലുവിൽ ഇറങ്ങേറുകയാണ്. കോഴിക്കോട് എന്നും സംഗീതത്തോടൊപ്പം നിന്നിട്ടുള്ള നാടാണ്. സംഗീതക്കാർക്ക് എന്നും പ്രോത്സാഹനം നൽകുന്ന നാടാണ്. അതുകൊണ്ടാണ് അകം വീണ്ടും വന്നിട്ടുള്ളത്. സംഗീതം സിരകളിൽ ആവാഹിക്കുവാൻ പ്രായഭേദമന്യേ നിരവധി പേരാണ് ടിക്കറ്റുകൾ എടുത്ത് കാത്തിരിക്കുന്നത്. ശുദ്ധ സംഗീതത്തിന്റെ മനോഹാരിതയും റോക്കിന്റെ തരംഗവും ഒത്തുചേരുമ്പോൾ കോഴിക്കോട് ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിസ്മയത്തിനാകും ലുലു മോൾ വേദിയാവുക. ഇനിയും ടിക്കറ്റുകൾ എടുക്കാത്തവർ ലുലുവിൽ കൗണ്ടർ ഓപ്പൺ ആണ്. ഇന്നും നാളെയും കൗണ്ടർ ഓപ്പൺ ആണ്. ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ്. ടിക്കറ്റുകൾ ലുലു മാളിൽ നിന്നും, കോർണേഷൻ തിയേറ്ററിന് സമീപത്തെ FI ഇവന്റ്സ് ഓഫീസിൽ നിന്നും,
ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും സ്വന്തമാക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ്. ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതത്തെക്കുറിച്ച് കോഴിക്കോട്ട് മെയ് 8 ചർച്ച. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി കാലിക്കറ്റ് പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ വടയക്കണ്ടി നാരായണന് പരിസ്ഥിതി പയ്യോളിയുടെ ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.